ഇന്നും ഇന്ത്യ മഹാരാജ്യത്ത് ബി.ജെ.പി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണത്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ വളരെ ഉയർന്ന പദവി വഹിക്കുന്ന ഒരാളാണ് മലയാളി കൂടിയായിട്ടുള്ള വേണുഗോപാൽ. കെ.സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, വിശേഷിച്ച് പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും സമുന്നതനായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിൽ ഒരാളാണ്. കെ.സി വേണുഗോപാൽ കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറിയാണ്. അതായത് കരുത്തുറ്റ പദവി വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് കേരളം പോലെ ഇന്ത്യയിലെ വളരെ ചെറിയൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് ചരടുവലികൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും ഒരു ദേശീയ പാർട്ടിയുടെ AICC ജനറൽ സെക്രട്ടറി പോലെ ഒരു വലിയ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി പദം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയേറെ ശ്രമം നടത്തേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ഔചിത്യം എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. എന്തായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നത് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ആളുകൾ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ വിജയത്തിൽ വലിയൊരു ക്രെഡിറ്റ് VD സതീശൻ എന്ന് പറയുന്ന ലീഡറിനുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി 2 ടേം ഇരുന്ന ഒരു സർക്കാരിനോടുണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് പല സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ലീഡർ എന്ന നിലയിലേക്ക് പ്രതിപക്ഷത്തെ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് അതെന്തൊക്കെ പറഞ്ഞാലും VD ആണ്. രമേശ് ചെന്നിത്തല വളരെ മികച്ചൊരു നേതാവാണ്. കെ.സി വേണുഗോപാൽ നല്ലൊരു നേതാവാണ്. പക്ഷേ അണികൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്തത്, അല്ലെങ്കിൽ ഒരു നേതാവുണ്ട് എന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞത് ശരിക്കും VD സതീശൻ ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പ്രചാരണത്തിൽ മുന്നിട്ട് വന്നതോടെ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആള്, ഒന്നാമത് എടുത്തു വെക്കാൻ പറ്റുന്ന പേര് തീർച്ചയായിട്ടും VD സതീശൻ്റെതാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് MLA തന്നെയാണ് ചേർന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക. ജനങ്ങളുടെ ജോലി എന്ന് പറയുന്നത് MLA തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. MLA മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ജയിക്കുന്ന പാർട്ടിയിൽ. സ്വാഭാവികമായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണത്. നമ്മളിപ്പോ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന കാര്യവും അങ്ങനെയാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, അല്ലേ? നമുക്ക് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് ജനങ്ങൾക്ക് ഒരാളെ തെരഞ്ഞെടുക്കാനായിട്ട് കഴിയില്ല. പൊതുവെ നമ്മൾ MP തെരഞ്ഞെടുക്കുന്നു, MP ഒരാളെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നു. 2 രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചില പാർട്ടികൾ ഇതാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടും. ചില പാർട്ടികൾ അത് പറയില്ല, ഞങ്ങൾ ജയിച്ചിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ജയിച്ചിട്ട് തീരുമാനിക്കും. ഇപ്പോൾ നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ എടുത്താൽ BJP തീർച്ചയായിട്ടും മോദിയാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിയല്ല അവസാനം നടന്ന 24 തെരഞ്ഞെടുപ്പ് പോലും നേരിട്ടത്. ജയിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്നതായിരുന്നു. കേരളത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിണറായി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇടതുപക്ഷം പ്രചാരണം നടത്തിയത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ജയിച്ചിട്ട് തീരുമാനിക്കുമെന്നാണ്. ഒരു കാര്യം ശരിയാണ്, അവരാരും തന്നെ VD ആണ് മുഖ്യമന്ത്രി എന്ന് VD പോലും പറഞ്ഞിട്ടില്ല. VD ആകുമെന്ന് VDയും പറഞ്ഞിട്ടില്ല, KCയും പറഞ്ഞിട്ടില്ല, RCയും പറഞ്ഞിട്ടില്ല, XYZ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ അതൊരു പ്രത്യേകമായ കാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമേ അവർ തീരുമാനിക്കൂ എന്നുള്ളത് അവർ നേരത്തെ പറഞ്ഞതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ, ഈ അനിയത്തിയെ കാണിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തിയെന്ന് പറയുന്ന പോലെ ഒരാളെ മുന്നിൽ നിർത്തിയിട്ട് മറ്റൊരാൾ മുഖ്യമന്ത്രിയായ ചരിത്രമൊക്കെ ഉണ്ട്. ഇപ്പോൾ പിണറായി സർക്കാരിന്റെ 1ാം സർക്കാരിന്റെ കാര്യം എടുത്താൽ അച്യുതാനന്ദനായിരുന്നു മുന്നിൽ നിന്നത്, അല്ലേ? VS മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ജയിച്ചതിന് ശേഷം പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞു തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ ജയിച്ചു. തുടർച്ചയായി 2ാം വട്ടം അങ്ങനെ ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. ഇത്തവണയും പിണറായി തന്നെയായിരുന്നു അവരുടെ പ്രധാന മുഖം. അതേസമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാളെ തെരഞ്ഞെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളിലൊന്നും അസ്വാഭാവികതയൊന്നും അതുകൊണ്ടില്ല. പക്ഷെ ജനങ്ങൾ മനസ്സുകൊണ്ട് അവർ VD ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ അണികൾ VDയെ കണ്ടുകൊണ്ടാണ് അവർക്കൊരു ആവേശം ഉണ്ടായത്. അപ്പോൾ VD സതീശൻ തന്നെ ആകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തിപരമായി ഏറ്റവും അർഹതയുള്ള ആള് VD സതീശൻ തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കും കോൺഗ്രസിൽ നിന്ന് ഒരു അർഹതയുണ്ടെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ടേ എന്തായാലും കെ.സി വേണുഗോപാലിന്റെ കാര്യം പറയുള്ളൂ. കാരണം അദ്ദേഹം ഓൾറെഡി MP ആണ്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം രാജിവെക്കണം.
അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. പിന്നെ അദ്ദേഹം വീണ്ടും 6 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അധിക ചെലവാണ്. നമ്മുടെ പൈസയല്ലേ. ഈ പൈസ വീണ്ടും തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് അമിതമായിട്ട് നമ്മൾ വീണ്ടും അധികമായി ചെലവാക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ചത് പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന വി.ഡി. സതീശനും പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ അടക്കമുള്ള നേതാക്കളാണ്. അവിടെ കെ.സി. വേണുഗോപാൽ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി അല്ലെങ്കിൽ നേതാവ് എന്നതിനപ്പുറം കേരളത്തിൽ നടന്ന ചർച്ചകളിൽ അദ്ദേഹത്തിന് പ്രസക്തി വളരെ കുറവായിരുന്നു. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ദേശീയ നേതാവായ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നത്? അപ്പൊ ഇത് സ്വാഭാവികമായും ചില സംശയങ്ങൾ കൂടി ഉയർത്തുന്ന കാര്യമാണ്. അതായത് രാജ്യത്തിന്റെ ഭരണം പിടിക്കാൻ നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളിന് ദേശീയ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലാതെ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു. അതും വളരെ കുറച്ച് എംപിമാര് മാത്രമുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ അദ്ദേഹം വരികയും മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ഇടപെടലുകൾ നടത്തുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി ഇനി ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു രക്ഷയും ഇല്ല, കോൺഗ്രസ് അല്ലെങ്കിൽ ഗതി പിടിക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതാണോ? അതായത് കിട്ടുന്ന ഒരു അവസരമാണ് മുഖ്യമന്ത്രിയാകാനായിട്ട്, ആ മുഖ്യമന്ത്രി സ്ഥാനം എങ്കിലും നേടിയെടുക്കാം. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്തായാലും അടുത്ത കുറെ കാലത്തേക്ക് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇത്രയും കരുനീക്കങ്ങൾ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. കാരണം ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് കഠിനമായ വെല്ലുവിളികളും അനിശ്ചിതത്വവും നിറഞ്ഞ ഒന്ന് തന്നെയാണ്. താരതമ്യേന വിജയിക്കാൻ സാധ്യതയുള്ള ഒരിടത്ത് അധികാരം ഉറപ്പിക്കുക എന്നത് ഒരു വ്യക്തിപരമായ രാഷ്ട്രീയ സുരക്ഷിതത്വമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പദവികളൊന്നും കിട്ടില്ല. ഇപ്പൊ മന്ത്രിമാരെ കേന്ദ്രമന്ത്രിയാകാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാർട്ടി ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്നതിനോടൊപ്പം എം പി സ്ഥാനവും മാത്രം നിലനിർത്തി പോകേണ്ടി വരും. അതേസമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയാവെന്ന് പറയുന്നത് നിലവിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച പദവിയാണ്. അതിന് മുകളിൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് ദേശീയ തലത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്. അതെന്തായാലും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ ഉള്ളിടത്തോളം കാലം വേറെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഭരണത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി എന്നതാണ് ഒരു കോൺഗ്രസിന് ഇപ്പോൾ സ്വപ്നം കാണാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പദവി. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കെ.സി. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു നീക്കം നടത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അത് ബാധിക്കുന്നുണ്ട്. അദ്ദേഹം ആവശ്യമില്ലാതെ അവരുടെ BDA അട്ടിമറിച്ച് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു മോശം മനുഷ്യനായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യില്ല. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന്റെ ഒരു സാഹചര്യത്തിൽ ശരിക്കും മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാള് വി.ഡി. സതീശൻ തന്നെയാണ്. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇതിനു വേണ്ടി തന്നെ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ കെ.സി. ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ജനങ്ങളുടെ വികാരം വളരെ പ്രധാനമാണ്. ഒരു ശക്തനായ ജനകീയനായ നേതാവ് എന്നൊരു പ്രതിച്ഛായ വി.ഡി. സതീശനുണ്ട്. മൂപ്പരെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിനും UDF-നും തുടർന്നും കേരളത്തിൽ ശക്തമായി തുടരാൻ കഴിഞ്ഞേക്കും. കഴിഞ്ഞ തവണയും ഈ പറഞ്ഞ പോലെ നമ്മുടെ തുടർഭരണം കിട്ടിയതിന്റെ കാരണങ്ങളിൽ ഒന്ന് കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് കളി തന്നെയാണ്. ഇപ്പൊ തന്നെ നോക്കൂ, വലിയൊരു വിജയം കൈവരിച്ചിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പോലും കഴിയാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എങ്ങനെയാണ് വളരെ വൈവിധ്യമാർന്ന ഒരു മഹാരാജ്യം ഭരിക്കാൻ കഴിയുക, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക? ഇത് പാർട്ടിക്കുള്ളിൽ മാത്രമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നോക്കൂ, ബംഗാളിൽ അവിടെ ആയിക്കഴിഞ്ഞു മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അതിനൊന്നും പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അപ്പൊ ഇവിടെ മാത്രമാണ് ഈ പ്രശ്നം. ഇവിടെ അധികാരത്തിന് വേണ്ടിയിട്ട് പരസ്പരം നേതാക്കൾ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് രാജ്യം ഭരിക്കാനായിട്ട് കഴിയുക? ഇനി സാധാരണ ജനം ചിന്തിക്കില്ലേ, അപ്പൊ ഇവരൊക്കെ എന്തിനാണ് രാഷ്ട്രീയമായിട്ട് ഇത്രയും ബഹളം വയ്ക്കുന്നത്? മുഖ്യമന്ത്രിയാകാനും മന്ത്രിയാകാനും MLA ആകാനും ഒക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്പോൾ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ? എന്താണ് ഇവരുടെയൊക്കെ ഈ വെപ്രാളത്തിനും ഈ അത്യാർത്തിക്കും പിന്നിലെ കാരണമെന്നൊക്കെ ജനങ്ങൾ ചിന്തിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമായതിന്റെ കാരണങ്ങളിലൊന്നും ഈ ദീർഘവീക്ഷണമില്ലായ്മയും മെല്ലെപ്പോക്ക് നയമാണ്. ഇപ്പൊ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഉടനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് VDയോ അല്ലെങ്കിൽ ആരെയാന്ന് വെച്ചാൽ തീരുമാനിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നതിന് പകരം ഈ തമ്മിലടിക്കുമ്പോൾ വോട്ട് ചെയ്ത ആളുകൾ തന്നെ പറയും, കഷ്ടകാലത്തിന് ഞാൻ ചെയ്തു പോയല്ലോ, ഇതിലും ഭേദം CPM ആയിരുന്നു എന്ന് അവർ തന്നെ പറയും. അപ്പോൾ ഉണ്ടാക്കിയെടുത്ത വിജയത്തിന്റെ പ്രസക്തി നഷ്ടമാകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കുഴപ്പം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.